നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 5 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതികൾ അവതരിപ്പിക്കുക. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കായിരിക്കും ഇതിൽ മുൻഗണന നൽകുക. APL, BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലാണ് പുതിയ പദ്ധതികൾ. നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള 2 ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന പദ്ധതി. ഇതിലും 5 ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ഈ 2 പദ്ധതികൾ ലയിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് സംസ്ഥാനത്ത് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളുമൊക്കെ ആയിട്ട് സഹകരിച്ച് തന്നെയായിരിക്കും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുക. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്കല്ല, കാർഡ് ഇല്ലാത്ത ഒരുപാട് സാധാരണക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ പ്രായപരിധി ഇല്ലാതെ അംഗത്വം എടുക്കാം. ഇതിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്തിരിക്കണം. നിലവിൽ ആധാർ കാർഡ് പുതുക്കാത്തവരൊക്കെ നിർബന്ധമായിട്ടും പുതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് വളരെ വൈകാതെ പദ്ധതി ആരംഭിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.